ആ ഫാരിസേ, ഓ ഇത് അല്ല, എനിക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ നല്ല പിടിപാടാന്ന് അറിഞ്ഞു. അത് കാക്ക പിന്നെ അത് അല്ല, നമ്മളെ കുട്ടിക്കൃഷ്ണൻ തന്നെ അല്ലേ ഇപ്പൊ എസ് ഐ? കാക്ക ഞാൻ ബന്ധപ്പെട്ടിട്ട് കൊറേ നാളായി. എന്റെ പെങ്ങളെ വെക്കനാ. അദ്രമന ഇജ്ജ് എന്തിനാ ചെറുക്കനെ വെറുതെ വിഷമിപ്പിക്കണേ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അല്ല അത് പോട്ടെ, എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷം? അന്റെ അപ്പ പണ്ടിനെ തോണ്ടിപ്പോയതാ എന്ന് കരുതിട്ട് എനിക്ക് ഇങ്ങോട്ട് വിരോധമൊന്നുമില്ല. പുരയിലെ കാര്യമൊന്നും പറയണ്ട, ചെലവിന് വരെ പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. കാക്കാനെടുത്ത് വല്ല പണിയുണ്ടോ? പണി പണിയല്ലുള്ളൂ. ഇതാരാ എനിക്ക്? ഇതാണ് വടക്കേ പറമ്പ സുബൈർ. ഗൾഫിലും നാട്ടിലും കണ്ടമാനം ബിസിനസ്സാ. സുബൈറെ, ഇങ്ങോട്ട് വന്നാ. ഇവന് വെറുതെ നിക്ക. ഇവന് പറ്റിയ വല്ല പരിപാടി ഉണ്ട് നമ്മളെ അടുത്ത്? അതിപ്പോ ഒരു കാര്യം ചെയ്തോട്ടെ, നമ്മളെ ബിസിനസ് ഒക്കെ വന്നോട്ടെ. 5 ലക്ഷം തന്ന് പാർട്ണർഷിപ്പ് കൂട്ടിക്കോട്ടെ. ലാഭമായിട്ട് 25,000 രൂപ മാസം കൊടുക്കും. അപ്പൊ ഇവനും പാർട്ണറാവും, നിങ്ങളെപ്പോലെ മുതലാളിയാവും. കാറും ബംഗ്ലാവും ഒക്കെ അനക്കാവും. മാസം 25,000 റുപ്യം കിട്ടും. മുതലിന് ഒരു കേടും പറ്റും. മാസം 25,000 റുപ്യ പോരടാ പാരിസേ? സംഗതിയൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഇത്രയും കൂടുതൽ പൈസ എവിടുന്നുണ്ടാക്കാനാ? ഇതെത്താ പന്റെ കഥ. പൈസക്കപ്പ പണി. വട്ടിക്കാരിഷ്ടം പോലെ പൈസ തരില്ലേ? ഈ ജിമ്മാന്റെ അടുത്ത് പോയിട്ട് പേരന്റെ ആധാരം വാങ്ങിക്കൊണ്ടിരാൻ 5 ലക്ഷം ഞാൻ ഉണ്ടാക്കി തരാം അല്ലേ? അതാ. എന്നാ ശരി, ഓക്കെ. അപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത്രമാര് ചോദിച്ചാ മതി. എന്നാ ഞങ്ങള് പോട്ടെ. അത്രമാരെ കേറി പോകാം. എന്നാ പിന്നെ പറഞ്ഞ മാതിരി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നീക്കിക്കോ. എന്നാ ഞങ്ങള് പോവാ. ഫാരിസേ, അന്റെ ഉപ്പ അറിയാതെ ഞാനിത് നിനക്ക് തരണത്. അത് നിനക്ക് ഓർമ്മ വേണം. അതിനെന്തമ്മ, എപ്പ വേണേലും തിരിച്ചെടുക്കാറാ നമുക്ക്. എന്തൊരു ആധാരത്തിന്റെ വർത്താനം കേട്ടത്? എന്താ ഖൈറു? ഞാൻ പറയാൻ കാര്യം, ഓനൊരു ബിസിനസ് തുടങ്ങണം. അതിന് കുറെ പണം വേണം. അങ്ങോട്ടുണ്ടാ? അതുകൊണ്ട് കുന്തം ഒന്നുമില്ല. എന്നാ ഫാരിസേ, ഇത് കൊണ്ടുപോയി അനക്ക് വേണ്ടി എത്ര പണം എടുത്തോ. ആധാരം പണം വെക്ക്. എന്തിന്? എന്താണ് ഫാരിസേ അത്? എനിക്ക് 5 ലക്ഷം ഉറുപ്പ്യാണ്. 5 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ മാസം 25,000 ഉറുപ്പ്യ കിട്ടും. കാക്കാന്റെ കെയർ ഓഫിലാ. ആരെ? അദ്രഹിമാന്റെ? പിന്നെ വേറെ ആരാണ്? സുബൈർ. സുബൈറിനെ എനിക്കറിയാം. അവൻ എങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കിയതെന്നും അറിയാം. നിങ്ങളോ പുടുത്തം വിട്ട് പൊരയിൽ വന്ന് നിൽക്കുക, ഒരു പണിയും തൊരയില്ലാതെ. എന്നാ ചെറുക്കനെ കൊണ്ടെങ്കിലും 10 പൈസ പൊരയിലേക്ക് ഉണ്ടാക്കാന്ന് വെച്ചാ നിങ്ങൾ അതിന് സമ്മതിക്കൂല. നീ എങ്ങനെ ന്യായീകരിച്ചാലും ഞാനത് സമ്മതിക്കൂല. നിങ്ങൾ ഇത്രയും കാലം ഗൾഫിൽ കിടന്നിട്ട് എന്ത് ഉണ്ടാ ഉണ്ടാക്കിയേ? ഈ വീട് സ്ഥലം എന്റെ അദ്രമാന്റെ മിടുക്കുകൊണ്ടാ. ഒരു മോളെ കെട്ടിച്ചതോ? ഇതൊന്നും എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണ്ട. അദ്രമാന്റെ മുടുക്ക്, അതിന്റെ കണക്കും കാഴ്ചൊന്നിച്ച് എന്നെ കൊണ്ട് ഇപ്പൊ പറയിക്കണ്ട. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റൂലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോ. ഇറങ്ങേ? എവിടുന്ന്? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച പോരല്ല. പിന്നെ ആരാണ് തീരുമാനിക്കേണ്ടത്? നീയോ? ആ, ഞാൻ തന്നെ. പിന്നല്ലാണ്ട് ആരാ? ഈ വീട് സ്ഥലേ എന്റെ പേരില. അപ്പൊ ആരാ ഇവിടെ ഇറങ്ങേണ്ടത്? എനിക്കറിയാം നിന്റെ പേരിലാണെന്ന്. എല്ലാം എന്റെ തെറ്റാണ്. അന്ന് ഞാൻ വിശ്വസിച്ചു ഇതിന്റെ എല്ലാം എന്ന്. പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. NRI അക്കൗണ്ട് എടുത്തിട്ട് ഒറ്റ ഉറുപ്പ്യ പോലും ഞാൻ ഇതുവരെ അതിലിട്ടിട്ടില്ല. എന്റെ കുടുംബമാണ് ഏറ്റവും വലിയ NRI ഞാൻ വിശ്വസിച്ചു. എല്ലാം എന്റെ തെറ്റായിരുന്നു. എന്റെ ജീവിതത്തിലെ നല്ല ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണം, കരിവേപ്പിന്റെ അല പോലെ. സ്വപ്ന ചിറകു വീശി മരുവിലേക്കിയ പക്ഷികൾ നരകയാതന ഏറ്റു കൽബുകൾ ഉരുകിടുന്ന പ്രവാസികൾ.
അരുമസ്വപ്ന ചിറകു വീശി മരുവിലെത്തിയ പക്ഷികൾ നരകയാതന ഏറ്റു കൽബുകൾ ഉരുകിടുന്ന പ്രവാസികൾ യന്ത്രമായി തടിയിക്കരേ പല ചിന്തയാൽ മനസക്കരേ യന്ത്രമായി തടിയിക്കരേ പല ചിന്തയാൽ മനസക്കരേ അകലെ വീട് കുടുംബമങ്ങനെ സകലതും വെടിഞ്ഞു പുകയടുപ്പി പൊങ്ങുവാന പകലുമിരവുമലഞ്ഞു പകലുമിരവുമലഞ്ഞു ഉറ്റവർക്കായി കഴിയുന്നു അറ്റമില്ലാതുള്ള മരുവിൽ ഉറ്റുനോക്കിയിടുന്നു ഉറ്റുനോക്കിയിടുന്നു നേടിയതില്ല കൊതിച്ചതൊന്നും വെറുതെ മടങ്ങണം നേരിടുവാൻ കഴിവില്ലല്ലോ നൂറ് പരീക്ഷണം നൂറ് പരീക്ഷണം വീട്ടു ചെലവ് റിലീഫുകൾ കടം വീട്ടലും മുറി ഭക്ഷണം കൂട്ടിയാൽ തികയാതെങ്ങിനെ കൂട്ടിവെച്ചിടും കാൽപ്പണം കൂട്ടിവെച്ചിടും കാൽപ്പണം അരുമസ്വപ്ന ചിറകു വീശി മരുവിലെത്തിയ പക്ഷികൾ നരകയാതന ഏറ്റു കൽബുകൾ ഉരുകിടുന്ന പ്രവാസികൾ യന്ത്രമായി തടിയിക്കരേ പല ചിന്തയാൽ മനസക്കരേ യന്ത്രമായി